എന്ത് സരസമോ ആളിയ, നിനക്ക് ഇങ്ങനെയൊക്കെ നോക്കാൻ അറിയാമായിരുന്നു. എന്റെ കാലിൽ കൂടെ കുളിര് കയറി വരുന്നടാ. അത് തന്നെ. എനിക്ക് എനിക്ക് നാളൊക്കെ വരുന്നു. എനിക്കെന്റെ കാമനോട്ടം കണ്ടിട്ട്. അളിയന്മാരെ, നിങ്ങൾക്ക് രണ്ടിന് ഞാൻ ഉടനെ 2 പെട്ടി വാങ്ങുന്നുണ്ട്. എന്താടാ, നിന്റെ കാമനോട്ടത്തിന്റെ കാശറ്റാണോ? നീ ഇങ്ങനെ പോയി ഒരു പെൺപിള്ളേരെ നോക്കടാ. അവിടെ മതി ഫ്ലാറ്റ്. ഇവിടെ കത്തി, ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആഴ്ചമാക്കും. ഞാൻ ചത്ത എനിക്ക് കാമനോട്ടം കാണാൻ പറ്റുമോ? ആ കാമനോട്ടം നീ വേണോ രാത്രി റൂമിലോട്ട് പാടി നല്ലപോലെ ഞാനങ്ങ് കാണിച്ചു തരാം. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് ഓവർ ക്ലാസ് ഇല്ല, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ഇവരെ ഞാൻ മിക്കവാറും നേരം പൊട്ടക്കണ്ടിട്ടെടുത്തിടും. ശ്രേയ, എന്താടാ? നിന്നെ കുറച്ചു ദിവസം കണ്ടില്ലല്ലോ, എങ്ങോട്ട് പോയതാ? അതെനിക്ക് വയ്യായിരുന്നു, അതാ. എന്താ, ഓക്കെ ആയോ? അല്ല, ഞങ്ങളോട് നീ ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. എന്താ മോളെ, എന്നോട് വല്ല ക്രഷ് തോന്നിട്ട് അത് പറയാൻ വന്നതാണോ? ക്രഷാൻ പറ്റിയ സാധനം. അത് നിങ്ങൾക്കറിയാലോ, എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ കൂട്ടുവോ? ഇവിടുത്തെ പഠിച്ചിറങ്ങുന്നിടം വരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതിനെന്താടാ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി ഒന്ന് വഴി തെറ്റിക്കോ, ഒരു പ്രോബ്ലം ഇല്ല. ശ്രേയ, നിനക്കിത് ശരിയാവോ? ഞങ്ങളുടെ വൈബ് തന്നെ വേറെയാ. ചില കാര്യങ്ങളൊന്നും ചിലപ്പോ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. നിനക്കുറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവൾക്കൊരു പ്രോബ്ലം വരില്ല. അവളെ എന്റെ ടീമിലായിക്കോട്ടെ. എന്റെ കൂടെ അംഗം കെട്ടാൻ അവളും കൂടി ആയിക്കോളൂ. നീ ഇനി മുതൽ ഞങ്ങളുടെ കൂടെ, കേട്ടല്ലോ? താങ്ക്സ്. ഞാന് ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു. അതുകൊണ്ടാ മിക്കപ്പോഴും കാട്ടി വരാത്തത് തന്നെ. എല്ലാവരും ഒരുമിച്ച് നടക്കുമ്പോൾ ഞാൻ മാത്രം. ഇനി തനിച്ചല്ലല്ലോ, ഞങ്ങൾ ആര് വരില്ലേ? ഇനി നിന്റെ എല്ലാ വിഷമവും മാറും. അതെ അതെ, ഇനി ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാ നമുക്കിനി ക്ലാസ്സിലോട്ട് വിട്ടാലോ? ഇവിടെ ഇരുന്ന് വെറുതെ ആ ക്യാൻറ്റീൻ ചേട്ടനെ കൊല്ലാക്കൊല ചെയ്യണ്ട. വാടാ ശ്രേയ, വാ. അതെ, ആമി ഒന്ന് വരുവോ? അതെന്തിനാ ഞാനെന്റെ കൂടെ വരുന്നേ? ഒന്ന് വാ, എനിക്ക് നിന്നോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതെന്താടാ ഞങ്ങൾ അറിയണ്ടാത്ത കാര്യം? ഞങ്ങളും കൂടെ അറിയട്ടെന്നേ. അതെ, ആമിക്ക് ഞങ്ങൾ അറിയാത്ത രഹസ്യം ഒന്നും ഇട്ടില്ല, അല്ലേടി? അതെ, എനിക്ക് പേഴ്സണലായിട്ടാ കാര്യം പറയാനുള്ള. നിങ്ങളെ ഫ്രണ്ട്സ് അല്ലേ, ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. അവിടെ മാറിക്ക. ആ, ചിലപ്പോ ഞാനിവിടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്തേ, നിനക്ക് പറയാൻ പറ്റുമോ? അതെ അതെ, ചിലപ്പോ അവൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും. എടാ രാഹുലേ, നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. ഇല്ലെങ്കിൽ ഇവന്മാര് നിന്നെ ഊട്ടിക്കൊല്ലും. അതെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പെട്ടെന്നൊന്നും ആൻസർ പറയണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനെന്താ മാങ്ങ പറിക്കാൻ നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ ബോയ് ഫ്രണ്ട് ആവൂന്ന്. എടാ ഇരിക്കും. അത് ആമി പറയട്ടെ, നിങ്ങളേതാ ചുമ്മാ ഇടയ്ക്കൊന്ന് കയറുക. ഞങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് ഒരു പ്രയോജനമില്ല. വണ്ടി വിട്ടോ. നോക്ക് രാഹുൽ, ഈ നിൽക്കുന്ന കോഴിക്കുഞ്ഞ് അവൾ എന്റെയാ, ഈ എലിക്കുഞ്ഞിന്റെ മാത്രമാ. അത് ഏത് രീതിയിലായാലും. ഷോ കഴിഞ്ഞു, എല്ലാരും പോട്ടെ പോട്ടെ. എടാ, അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ? ചുമ്മാ ഇത് പ്രാന്ത, അങ്ങനൊന്നുമില്ല. ഇപ്പൊ അവളങ്ങനെ പ്രേമിച്ച് നടക്കണ്ട. ഇവിടെ ഞങ്ങൾക്കെല്ലാം കൂടി അൽഫാമൊക്കെ കഴിക്കാനുള്ള അല്ലടി കോഴിക്കുഞ്ഞെ. ഇവനെ ഞാനിന്ന്. അയ്യോ കോഴിക്കുഞ്ഞേ, ഓടിക്കു അളിയാ, കോഴിക്കുഞ്ഞ് കൊത്താൻ വരുന്നുണ്ട്. അവര് നല്ല ചേർച്ചയുണ്ടല്ലേ. ഇനി അവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ? പുറത്തു പറയാത്തയാണോ? അങ്ങനെ എന്തായാലും ഉണ്ടാവും തോന്നുന്നടി. അവരത്രയ്ക്ക് നല്ല ഫ്രണ്ട്സാ. ശ്രേയ, നീ എങ്ങനെയാ പോകുന്നേ? ബസ് ഉണ്ട്, അതിന് പോകും. കൊണ്ടുവിടണോടി? അതൊന്നും കുഴപ്പമില്ല, ഞാൻ ബസ്സിനെ പൊക്കോളാം. വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ സീനാകും. നീ കോഴിക്കുഞ്ഞെ നോക്കി നിൽക്കാതെ കേറ്. നിന്നെ വിട്ടിട്ട് വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങാൻ. നിന്നെ ഞാൻ ഉറക്കാട്ടാ. വിട്ടേ, മോൻ വിട്ടേ. ശ്രേയ, അപ്പൊ നാളെ കാണാം. ബൈ. എടാ അളിയ, വണ്ടി എടുക്ക. ശ്രേയ അത്ര ആക്റ്റീവ് അല്ലല്ലേ?
അവൻ ഇടയ്ക്കിടയ്ക്ക് ആൾട്ടോനെ നോക്കുന്നുണ്ട്. ക്രാഷ് അടിച്ച് കാണൂടാ, പെൺപിള്ളാരല്ലേ, നീ വാ. എന്തോ കാര്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. വാടാ കേറിയിട്ട് പോ. ഇന്നോ നാളെ വരാടി. വാടാ എടുക്കും ഇങ്ങോട്ട്. ഓ വരുന്നു, വലിക്കേത് പോയിരുന്നേ. അമ്മേ, നിന്റെ തൊണ്ട പൊട്ടിപ്പോകും പെണ്ണേ. എങ്ങനെയൊന്നും പൊട്ടൂല. ആ കുഞ്ഞിപ്പുഴു വന്നോ? കുഞ്ഞിപ്പുഴു നിനക്ക് പറ്റിയ വേര അച്ഛന്റെ വായിന്ന് തന്നെ അത് കേക്കാൻ പറ്റിയതേ. ഓ വാവോ കൂടെ പട്ടി. അച്ഛാ, ഓ അല്ല, ആരാടി ഈ പുതിയ മുഖം? നീ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് തന്നെയാണോ പെണ്ണെ? അയ്യോ, എവിടെയാണ് വിളക്കൊക്കെ? എന്ന് പറയണ്ടേ, ഇതൊക്കെ ഇപ്പൊ പ്രേമിക്കാൻ തോന്നിയോ കർത്താവേ? അമ്മേ, അമ്മയുടെ മരുമോന് ഞാനൊന്നും നോക്കിയില്ല. വീട്ടിൽ ചെന്ന് നേരെ വിളിച്ചിറക്കിക്കൊണ്ടിങ്ങി പോന്നു. ആ നോക്കിയത് നല്ല ആളിനെ തന്നാണല്ലോ കുഞ്ഞിപ്പുഴേ. അങ്ക് ആന്റി ഇത്ര സപ്പോർട്ടായിരുന്നു. ഞാനെന്താ ഇവിടെ നേരത്തെ കാണാന്? അമ്മയച്ചാ ചക്കരി ചക്കരയോ? ഇതാട്ടോ ഞാനൊന്ന് പിക്ക് കാണിച്ചിട്ട് പറഞ്ഞില്ലേ, ചുമ്മാ ചാളമാക്കാൻ രണ്ടും കൂടെ. നിൽക്കുന്നടാ ഭ്രാന്ത, കൂട്ട് നിൽക്കുന്ന. നീ പോടി, എന്റെ അമ്മയും അച്ഛനാണ്. ഞാൻ വലത് കാലി വെച്ച് ഇവിടെ കേറി വരണ്ടതില്ലേ? എടാ എനിക്കുഞ്ഞി കിറുക്ക എല്ലാത്തിനും. അമ്മ എന്താ സ്പെഷ്യലാ? ഞാൻ ഇവനെ തള്ളി കെട്ടിക്കൊണ്ടാ വന്നത്. ചിക്കനാടി. മോനെ വാ, കഴിച്ചിട്ട് പോവാ. ചിക്കനോ? നിന്റെ അമ്മ ചിക്കൻ കറി വെച്ചോടി. അപ്പൊ നീ നിൽക്കുന്ന പ്രേതമാണോ? എടാ വേണ്ട, നീ അമ്മ ഇവന് കൊടുക്കണ്ട. എന്റെ പൊന്നോ, രണ്ടും കൊള്ളാം. വാ മക്കളെ, നിങ്ങൾ ഇരിക്കും. എടി മോന് കുറച്ച് കൂടുതൽ കൊടുക്കും. ഇവിടെ സഹിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ തിന്നണ്ടേ? അതെ അങ്കിൾ, ഇവളെ സഹിക്കണമെങ്കിൽ എനിക്ക് 2 പെട്ടികളും തിന്നാൻ തരണം. നിങ്ങൾ എങ്ങനെ ഇവളെ സഹിക്കുന്നു? ആവാത്ത തന്നെ തരണം. എന്ത് ചെയ്യാനാ മോനെ, മോളായി പോയില്ലേ, കൊണ്ട് കളയാൻ പറ്റുമോ? ഇത് കേട്ടാ തോന്നുന്നുണ്ട് എന്നെ ആക്രിക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. എന്നാ പിന്നെ ഞങ്ങൾക്ക് നല്ല നിന്നോട്ട് എടുത്തൂടെ? അല്ലടാ, നിനക്ക് എവിടെ പോയാൽ നോക്ക് മാത്രമേ ഒരു കൊടുക്കുന്നേ. പോട്ടെ, സാരമില്ല, നീ ഇപ്പൊ നിന്നെ തന്നെ തിന്നെ. ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് വാങ്ങേ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായി. അവക്ക് ഇതുപോലൊരു നല്ല പയ്യനെ കിട്ടുക രണ്ടായിട്ടെന്ന് വെച്ചാ നല്ല കാര്യം തന്നെ. ചുമ്മാതാ, നീ കേക്കണ്ട, ഇങ്ങോട്ട് വരികയേ വേണ്ട. ഓടി മോനെ, സൂക്ഷിച്ചു പോയിട്ട് വാ. അയ്യോ, സ്നേഹം അങ്ങ് വിളിച്ച് ഇറങ്ങണങ്ങ്. പോടാ. ആ നിന്നെ എടാ തെണ്ടി, എങ്ങാണ് സ്പീഡിൽ പോയാ കൊല്ലും നിന്നെ ഞാൻ. ഏയ്, ഞാൻ പതിയെ പോത്തുള്ളൂ. ആമി, നാളെ അവര് വരും, ഏട്ടത്തെയും മോനും. അശ്വിൻ ചേട്ടനോ? ഏട്ടനങ്ങ് ബാംഗ്ലൂർ ആയിരുന്നില്ലേ? ആ കാണാൻ വരുന്നതാടി, നീ പോയി വിളിച്ചോണ്ട് വാ. ഞാനോ? ഞാൻ അവന്മാരോടെ പുറത്തു പോവാ നാളെ. നീ വിളിച്ചോണ്ട് വന്നിട്ടേ അവനെ കൂടെ കൂട്ടിട്ട് പോ. ആ ശരി, ഞാൻ അവനൊന്നും വെക്കട്ടെ. അവൻ കുഞ്ഞ് സ്പീഡിലായിരിക്കും പോയത്. ഇവളങ്ങാൾ വളർന്നു പോയല്ലോ അമ്മേ. ആർക്കും കണ്ടാനൊന്ന് കൊത്താൻ തോന്നും. മോനാമേ, ഈ നിന്നെ കൊണ്ടേ ഈ അശ്വിൻ പോകും. എടാ എരിക്കുഞ്ഞി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്പീഡിന് പോകരുതെന്ന്. എന്നാ പറഞ്ഞാ കേക്കാത്തേ? ഞാൻ സൂക്ഷിച്ചാടി ഓടിക്കുന്നേ, ഒന്നും പറ്റൂലെന്നേ. ആണല്ലേ? എന്നാ നാളെ തൊട്ടേ ഞാനൊരു ബൈക്ക് എടുത്ത് ഇറങ്ങട്ടെ, എന്നിട്ട് ചീറി പാഞ്ഞു പോകാം. എന്ത് പറയുന്നു? അത് വേണ്ട, ഞാൻ പതുക്കെ പൊക്കോളാവേ തമ്പുരാട്ടി. നാളെ ഏട്ടൻ വരുന്നുണ്ട്, നമ്മളോട് കൂട്ടാൻ പറഞ്ഞു. അതാരും പുതിയ അവതാരം? എടാ എന്റെ മുറിച്ചിറക്കൻ കാണാൻ ഒട്ടും ഹാൻസമാണ് എന്റെ മോനെ. എന്നെ കാണാൻ വരും അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന്. അതെന്തിനാ നിന്നെ കാണാൻ വെറുതെ? ഞങ്ങളൊക്കെ ഇല്ലേ നിന്നെ കാണാൻ. തിരിച്ചു പോകാൻ പറ. അതെങ്ങനാടാ ഞാൻ എന്റെ ഏട്ടനോട് തിരിച്ചു പോകാൻ പറയുന്നേ? അല്ല, നമ്മൾ നാളെ പുറത്തു പോകാൻ പ്ലാൻ ഇട്ടല്ലേ, അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഇത്? നീ ഒന്ന് അടങ്ങി വെക്ക, നമുക്ക് ഏട്ടനെയും കൂട്ടി പോകാം. ഏട്ടന് നല്ല വൈബാണെന്നേ. നീ വേ, നാളെ കൂട്ടാൻ വരാം. ഇനി ആ കുരിശ് എങ്ങനെയാവുമോ എന്തോ. അമ്മേ, എന്തിനാടാ ചെക്ക ഈ കിടന്നോണ്ട് അലറുന്നേ?
അത് ഒന്നുമില്ല, പൊക്കോ പൊക്കോ. അയ്യോ ഈ ചെക്കനെ ഇച്ചറിയാ ഇവനെ ഏതേലും കിണറ്റി കൊണ്ടിട്. മനുഷ്യനെ വയസ്സാൻ കാലത്തിട്ട് ഓടിക്കുന്നേ. അതിന് നിങ്ങൾ വയസ്സായോ? എന്റെ ചേച്ചിയുടെ പ്രായമേ ഉള്ളൂ. നീ എന്നെ പോസ്കോ കേസ് കൊടുത്തോടാ ചക്ക, മിണ്ടാതെ അവിടെ കിടക്കടാ. എന്താണ് നീ ആലോചിച്ചു കൂട്ടുന്നത്? കുറെ നേരമായല്ലോ. എടാ ആളിയ, വരുന്നായിട്ട് നമുക്കെങ്ങാനും പണി ഉണ്ടാക്കൂ. എന്താടാ ആളിയ, നിനക്ക് അവളെ ഇഷ്ടമാണോ? ഈ ജെല്ലി എങ്ങാൻ പീക്ക് ലെവലാണല്ലോ. എന്താടാ, പ്രേമിച്ചാ മാത്രമേ ജെല്ലി വരാൻ പാടുള്ളൂ? അല്ല, എനിക്ക് ജെല്ലിയൊന്നുമില്ല. പിന്നെ അവളും എന്നെ കാരണം ഇങ്ങനൊക്കെ തന്നെ ഉണ്ടല്ലോ. അവളെന്റെ ബെസ്റ്റ് പഠിയല്ലേ. അത് പോയിന്റ്. അവളെവിടെയായിരുന്നു വിളിച്ചൊന്നും ചോദിക്കടാ. എത്താറായെന്നാ പറഞ്ഞത്. വരുന്നത് ഒരു അടാർ ഐറ്റമാണ്. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ വന്നേ. എടി കോഴിക്കുഞ്ഞെ, എത്ര നേരമായിടി? എടാ ഏട്ടൻ വരാനൊന്ന് ലേറ്റായി, അതുകൊണ്ടാ, വേറെ ഒന്നുമില്ല. ഇത് അശ്വിനേട്ടൻ. അശ്വിനേട്ടൻ, ഇത് എനിക്കൊരു ആൾട്ടോ, ഇത് നവീൻ, ഇത് ജാക്ക്. ഹായ് അലിയൻസ്, ഞാൻ അശ്വിൻ. ഇവനോ ആൾ കൊള്ളാലോടാ, ആമിക്ക് ചേരുന്നുണ്ട്. ഒന്ന് പോടാ, എന്റെ അത്ര ഒന്നുമില്ല. എന്താണ് പറയണേ? വാ പോകാം. നമുക്ക് ബൈക്കിൽ പോകാം. ചിലപ്പോ ബ്ലോക്കിൽ പെട്ടാല്. എനിക്ക് ഈ നാട് മുഴുവൻ അറിയാം. നിങ്ങള് കാറിന് കേറ്. ആമി ഫ്രണ്ടില് കേറ്. ഓക്കെ വാ, കാറിൽ പോകാം. ബൈക്ക് ഇവിടെ മാറ്റി വെച്ചേക്ക്. ഈ പോക്കിന് അവനെ ആൾട്ടോ എന്തായാലും ബാക്കപ്പ് ആക്കും. അതെനിക്കും തോന്നി. മിക്കവാറും ബോഡിയായിട്ട് ആയിരിക്കാനാണ് ചാൻസ്.